ബർസാനയുടെ ഭരണാധികാരി വൃഷഭാനുവിൻ്റെയും കീർത്തിയുടെയും മകളായിട്ടാണ് രാധ വളർന്നത്. യമുനാ നദിക്കരയിലെ ഒരു പട്ടണത്തിലായിരുന്നു രാധാറാണി വളർന്നത്. ഒരിക്കൽ യമുനയിൽ കുളിക്കാൻ പോയ ഋഷഭാനു സ്വർണ്ണ നിറത്തിലുള്ള താമര കണ്ടു. അദ്ദേഹം അതിനടുത്തേക്ക് പോയപ്പോൾ അതിൽ തേജസ്വിയായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അദ്ദേഹവും പത്നിയും ആ കുഞ്ഞിനെ സ്വന്തം മകളായി വളർത്തി. രാധ ജനിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണുകൾ തുറന്നത്. കാരണം ഈ ലോകത്ത് ഭഗവാന്റെ മുഖം ആയിരിക്കണം രാധ ആദ്യമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ജനിച്ച സമയത്ത് വൃഷഭാനു ഗോകുലത്തിൽ പോകുന്ന സമയത്ത് രാധയെ കൂടി കൊണ്ടുപോയി അവിടെ കണ്ണൻ്റെ അടുത്ത് കിടത്തിയപ്പോഴാണ് രാധ ആദ്യമായിട്ട് കണ്ണുകൾ തുറന്നത്. വൃന്ദാവനത്തിൽ യമുനാ നദിക്കരയിലായിരുന്നു രാധാകൃഷ്ണന്മാർ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. കാളിയൻ്റെ ദർപ്പമടക്കാൻ കൃഷ്ണൻ കാളിന്തിയിൽ ഇറങ്ങിയ സമയത്ത് രാധ മരിക്കാൻ വരെ തയ്യാറായിരുന്നു. യമുനാ നദിക്കരയിലായിരുന്നു രാസലീല നടക്കാറുള്ളത്. രാത്രികാലങ്ങളിൽ കൃഷ്ണൻ നിധിവനത്തിലെത്തി ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കുമ്പോൾ രാധയും ഗോപികമാരും അവിടെ വന്ന് കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യും. തൻ്റെ പ്രിയപ്പെട്ട രാധയോടും ഗോപികമാരോടുമൊപ്പം നൃത്തം ചെയ്യുന്നത് കണ്ണൻ്റെ പ്രധാന വിനോദമായിരുന്നു. കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നതിനു മുന്നേ ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്തിരുന്ന കണ്ണൻ മനസ്സു മുഴുവൻ രാധയായിരുന്നത് കൊണ്ട് തന്നെ നൃത്തത്തിനിടയിൽ രാധയെ കാണാൻ പോയി. അപ്പോൾ ഗോപികമാർ നൃത്തം നിർത്താൻ തുടങ്ങിയത് മനസ്സിലാക്കിയ കൃഷ്ണൻ മായയാൽ ഓരോ ഗോപികമാരോടൊപ്പവും നൃത്തം ചെയ്യാൻ തുടങ്ങി. മധുരയിലേക്ക് കണ്ണൻ പോയാൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന വേദനയിലായിരുന്നു ആ സമയത്ത് രാധ. ആ വിയോഗത്തിൽ കൃഷ്ണനെ ഓർത്ത് കണ്ണീർ പൊഴിക്കില്ലെന്നും കരയില്ലെന്നും കണ്ണന് രാധ സത്യം ചെയ്തു കൊടുക്കേണ്ടി വന്നു. രാധയോടുള്ള സ്നേഹം ഉപാധികളില്ലാത്തതാണെന്നും കണ്ണൻ്റെ മനസ്സിൽ രാധ കഴിഞ്ഞേ മറ്റെന്തും ഉള്ളൂ എന്നും കണ്ണൻ അവർക്ക് വാക്കും നൽകി. പിന്നെ ഈ ലോകം തന്നെ അറിയപ്പെടുന്നത് രാധാകൃഷ്ണനെ പറ്റിയായിരിക്കും. രാധേ കൃഷ്ണ പറഞ്ഞ് വൃന്ദാവനത്തിൽ ഇന്നും അഭിസംബോധന ചെയ്യുമ്പോൾ രാധേ കൃഷ്ണ അല്ലെങ്കിൽ രാധേ രാധേ എന്ന് പറഞ്ഞാണ്. കൃഷ്ണൻ മധുരയിൽ പോകുന്ന സമയത്ത് ഗോപികമാരെ പോലെ കണ്ണനെ അനുഗമിക്കാൻ രാധ പോയില്ല. രാധ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പോകുന്ന സമയത്ത് കണ്ണൻ തൻ്റെ ഓടക്കുഴൽ രാധയ്ക്ക് സമ്മാനിച്ചിരുന്നു. ഒരിക്കൽ കൃഷ്ണഭക്തനായ ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു, അങ്ങ് ഇത്രയും സ്നേഹിച്ച രാധയെ എന്തുകൊണ്ട് വൃന്ദാവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുന്നില്ല?